فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ഇന്നലെ നമ്മിലേക്ക് വന്നതുപോലെ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്നും യാത്ര പറയുകയാണ്. നമ്മോട് റമദാൻ യാത്ര പറയുന്നു എന്നുള്ള പ്രയോഗം അതെത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല. നമ്മോട് റമദാനാണോ യാത്ര പറയുന്നത്, അതല്ല റമദാനിനോട് നമ്മളായിരിക്കുമോ യാത്ര പറയുന്നത് എന്ന് നമുക്കറിയാത്തൊരു വിഷയമാണ്. റമദാൻ മനുഷ്യരീ ലോകത്തുള്ള കാലത്തോളം റമദാൻ വരും. പക്ഷെ ആ റമദാനിൽ പങ്കാളികളാകാനും റമദാനിൽ ഇബാദത്തുകൾ എടുക്കാനും റമദാനിൽ നോമ്പെടുക്കാനും നമ്മളിവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരുപക്ഷെ റമദാൻ നമ്മോട് യാത്ര പറയുന്നതാവില്ല, നമ്മളായിരിക്കും റമദാനിനോട് യാത്ര പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മോടുകൂടെ നമ്മുടെ പള്ളിയിൽ നമ്മോടുകൂടെ ജമാഅത്തുകൾക്കും മറ്റ് ഇബാദത്തുകൾക്കും ഒക്കെയുള്ള പല ആളുകളും ഇന്നവരൊക്കെ ബർസഖി ലോകത്താണ്. അടുത്ത വർഷത്തെ റമദാൻ കടന്നു വരുമ്പോൾ നമ്മിൽ ആരൊക്കെയായിരിക്കും ആ ബർസഖി ലോകത്തേക്ക് പ്രവേശിക്കുക എന്ന് അറിയാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ റമദാനല്ല സത്യത്തിൽ യാത്ര പറയുന്നത്. ആ ഒരു തിരിച്ചറിവോടുകൂടെ തന്നെ
നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, തഖ്വയോടുകൂടെ മുന്നോട്ട് പോവുക, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്. അവസാനത്തെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഓരോരുത്തരും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസാനത്തെ 10 അവസാനത്തെ ദിനരാത്രങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സജീവമായി പള്ളിയിൽ ഇഅ്തികാഫിരിക്കുവാനും ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും ഈ റമദാനിന്റെ ആദ്യ ദിനങ്ങൾ മുതൽ തന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുവാനും നോമ്പെടുത്തും അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ അതൊക്കെ പ്രവർത്തിക്കുന്നവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. വളരെ ആവേശത്തോടെ ഉത്സാഹത്തോടു കൂടെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നവരായിരുന്നു. പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ദുഃഖകരമായൊരു അവസ്ഥയുണ്ട്. ഒരു 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ റമദാൻ അവസാനിച്ചു എന്നൊരു ചിന്താഗതി മഹാഭൂരിപക്ഷം ആളുകളിൽ ഉണ്ടാവുകയും അതോടുകൂടെ പള്ളികളൊക്കെ ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ സജീവതയൊക്കെ നഷ്ടപ്പെട്ട് ഇബാദത്തുകൾക്കൊക്കെ ആളുകൾക്കൊരു ഉന്മേഷം നഷ്ടപ്പെട്ട് പള്ളികളിൽ നിന്നൊക്കെ ഒരു പിൻവലിയുന്ന സ്വഭാവം പലരും കണ്ടുവരുന്നുണ്ട്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് റമദാൻ അവസാനിച്ചിട്ടില്ല. റമദാൻ എപ്പോഴാണോ മാസം കാണുന്നത് അതുവരെ ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുവരെ ഏറെ മഹനീയവും ശ്രേഷ്ഠതയുമായ ദിനരാത്രങ്ങളാണ്. കഴിഞ്ഞ ദിനങ്ങളെക്കാൾ ഒരുപക്ഷെ ശ്രേഷ്ഠകരമായ ഏറെ പ്രതിഫലം ലഭ്യമാകുന്ന ദിനങ്ങളും രാത്രികളൊക്കെ ഒരു പക്ഷേ ഇനിയായിരിക്കാം എന്നുള്ള ചിന്താഗതിയോടെ പള്ളിയിൽ നിന്ന് വരികയല്ല നമ്മൾ വേണ്ടത്. പള്ളികളിലേക്ക് കൂടുതൽ സജീവതയോടുകൂടെ വരികയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ ആലോചിക്കണം, ഈ അവസാന നിമിഷത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതുപോലെ നമ്മുടെ ഈ റമദാനിനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഏത് തരം നോമ്പായിരുന്നു നമ്മുടെ നോമ്പ്? അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച നോമ്പായിരുന്നു നമ്മുടെ നോമ്പ്? അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നോമ്പുകാരെ കുറിച്ച് പറഞ്ഞതുപോലെ, കേവലം പട്ടിണി മാത്രമാകുന്ന ചില നോമ്പുകാരുണ്ട്. അത്തരം നോമ്പുകാരായിരുന്നു നമ്മൾ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത്തരം നോമ്പുകാരാവാതിരിക്കാൻ അവിടെ ചില കണ്ടീഷനുകൾ വെച്ചിട്ടുണ്ടായിരുന്നത് നാം തഖ്വയിൽ അധിഷ്ഠിതമായ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതുമാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് എന്നാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. തഖ്വ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ കണ്ണിനെയും നമ്മുടെ നാവിനെയും നമ്മുടെ മറ്റവയവങ്ങളെയും നമ്മുടെ സംസാരത്തെയും നമ്മുടെ കാതിനെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് കേവലം ആമാശയത്തിന് മാത്രം ഒരു നിരാഹാരം കിടന്ന് ഒരു പട്ടിണി കിടന്ന് അതല്ലാത്ത രൂപത്തിലുള്ള ഒരു നോമ്പാണ് അള്ളാഹുവും പ്രവാചകനും നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ഏത് തരത്തിലുള്ള നോമ്പായിരുന്നു നമ്മുടെ നോമ്പ്? കഴിഞ്ഞ രാവുകളിൽ ഖിയാമുൽ ലൈലുകളെ കൊണ്ട് സജീവമാക്കാൻ, തറാവീഹ് നമസ്കാരത്തിൽ സജീവമായി പങ്കാളികളാവാനും ഒഴിവ് ലഭിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആനുമായി അടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു തിരിഞ്ഞു നോട്ടം നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് നമ്മോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. വിശ്വാസികളെ, നിങ്ങളുടെ പൂർവീകർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഇതാ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. എന്തിനായിരുന്നു പടച്ചവൻ നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? ആ ലക്ഷ്യം നമ്മുടെ റമദാനിലൂടെ പൂർത്തീകരിച്ചെടുക്കാൻ നമുക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് ഈ സമയത്ത് വേണ്ടത്. അള്ളാഹു പറഞ്ഞത്, ഈ നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്കൊരു തഖ്വയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നോമ്പ് എന്നുള്ളത്. നമുക്ക് തഖ്വയുണ്ടായിട്ടുണ്ടോ? നമ്മുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കേവലം റമദാനിൽ മാത്രം ഒരു ആവേശ കമ്മിറ്റിയായി,
ഒരു ഭക്തിപ്രസ്ഥാനമായി റമദാനിൽ പ്രത്യേക വേഷഭൂഷാദികളിലൂടെ പള്ളികളിലേക്ക് സജീവമാക്കുകയും പള്ളികളിൽ വന്നിരിക്കുകയും പള്ളികളിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുകയും, ഇത് മാത്രമല്ല തഖ്വ. അത് തഖ്വയുള്ള മനുഷ്യന്റെ ചില അടയാളങ്ങളാണ്. റമദാനിൽ അള്ളാഹു ആദരിച്ച മാസമാണ്. അവരാദരിക്കും, അവരതിനെ പരിഗണിക്കും. അതൊക്കെ മുഅ്മിനീങ്ങളുടെ സ്വഭാവം, മുത്തഖികളുടെ സ്വഭാവം തന്നെയാണ്. പക്ഷേ ഇതെന്താ നമ്മൾ തീരുമാനിച്ചത്? ഈ റമദാനോടുകൂടെ അവസാനിപ്പിക്കാനാണോ? ഈ റമദാനിൽ തന്നെ നമ്മൾ നമ്മുടെ സ്വഭാവപരമായ നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, അതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും പാപം ഈ റമദാനിൽ നിന്ന് ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ രൂപത്തിലുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു, ഇൻഷാ അല്ലാഹ് ഈ റമദാൻ മുതൽ എന്റെ ജീവിതത്തിൽ അതിനുണ്ടാവില്ല, അങ്ങനെ പറയാൻ, അങ്ങനെ നമ്മുടെ സ്വയം നിയന്ത്രിക്കാൻ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ കാതിനെ നിയന്ത്രിക്കാൻ, അത് റമദാനിൽ മാത്രമല്ല. റമദാനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, നിങ്ങളോട് ഒരാൾ തർക്കിക്കാൻ വന്നാൽ ഖുൽ ഇന്നി സ്വാഇം, ഞാനൊരു നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാ, നിങ്ങളോട് ശണ്ടയ്ക്ക്, തർക്കത്തിന്, വാഗ്വാദത്തിന് ഇല്ല, ഞാനില്ല, ഞാൻ നോമ്പുകാരനാണ്. ഇതൊരു പരിശീലന കളരിയായിട്ട് എടുക്കാനും ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, അത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടി വരുമ്പോ, ഈ നോമ്പുകാലത്ത് നാം നേടിയെടുത്ത ആ തഖ്വയുടെ ചൈതന്യം കൊണ്ട്, അതിന്റെ സ്വാധീനം കൊണ്ട് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന്, കലഹങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? അതിനു വേണ്ടിയിട്ടുള്ള, അതിന് പറ്റുന്ന രൂപത്തിൽ, അതിന് യോജിച്ച രൂപത്തിലുള്ള ഒരു തഖ്വ നമ്മൾ ഓരോരുത്തരും നേടിയെടുത്തിട്ടുണ്ടോ? നമ്മുടെ ഭാര്യയോടുള്ള സംസാരം, നമ്മുടെ പ്രായമേറിയ മാതാപിതാക്കളോടുള്ള ഇടപെടലുകൾ, അവിടെയൊക്കെ എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ റമദാനിൽ തിരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ, നമ്മുടെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ ഇവിടെയൊക്കെ പോരായ്മകൾ നികത്താൻ ഇതൊക്കെ തഖ്വയുടെ ഭാഗമാണ്. കാരണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് തഖ്വ, മറ്റൊന്നല്ല. തഖ്വ എന്നാൽ അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നും അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് എന്നും, അത് പകർത്തിയിട്ടില്ല എങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്നും, അവിടെ ഉത്തരം പറയുമ്പോ ഞാൻ പ്രയാസപ്പെടും. അങ്ങനെ പ്രയാസപ്പെടാതിരിക്കാൻ എന്റെ ഉപ്പയും ഉമ്മയും ഞാൻ പരിഗണിക്കണം. എന്റെ മക്കളെ അള്ളാഹ് പഠിപ്പിച്ചതുപോലെ ഞാൻ വളർത്തണം. എന്റെ ഭാര്യയോട് എനിക്ക് കടപ്പാടുകളുണ്ട്, ബാധ്യതകളുണ്ട്, അത് ഞാൻ നിറവേറ്റണം. എന്റെ ഭർത്താവിനോട് ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്, അള്ളാഹ് പഠിപ്പിച്ചതാണ്, അത് നിറവേറ്റിയിട്ടില്ല എങ്കിൽ പരലോകത്ത് ഞാൻ ചോദ്യം ചെയ്യപ്പെടും. വെറും നിസ്കാരവും വെറും നോമ്പും മാത്രമല്ല ഒരു യഥാർത്ഥ മുസ്ലിം ഇതൊക്കെ സ്വഭാവപരമായി പെരുമാറ്റത്തിൽ, അവന്റെ കച്ചവടത്തിൽ, അവന്റെ ജോലി സ്ഥലത്ത്, എവിടെയായാലും തഖ്വയോടുകൂടെ ജീവിക്കുന്നവനാണ് മുഅ്മിൻ. ഈ തഖ്വ നേടിയെടുക്കാനാണ് ലഅല്ലക്കും തത്തഖൂൻ നമുക്ക് അല്ലാഹ് നോമ്പ് തന്നത്. ഈ നോമ്പ് കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ല നമ്മുടെ സ്വഭാവത്തിൽ, ഒരു മാറ്റമില്ല നമ്മുടെ സംസാരത്തിൽ. സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോഴോ വാട്സപ്പിൽ വോയിസ് അയക്കുമ്പോഴോ എന്തും പറയാം, എന്തും ചെയ്യാം, എന്തും കേൾക്കാം. ഇല്ല, ഇതൊക്കെ ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ജീവിതത്തെ ഒട്ടാകെ മാറ്റുന്നതാവണം ഈ നോമ്പ്. അരുതാത്മകളിൽ നിന്ന് മാറി നിന്നും, നമ്മുടെ തിന്മകളിൽ നിന്നൊക്കെ റമദാനിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ട്. ഹറാമാണെന്ന് മനസ്സിലാക്കിയ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ട്. അതിലേക്ക് കണ്ണു വായുമ്പോ നമ്മൾ പറഞ്ഞു, ഈ നോമ്പുകാരനാണല്ലോ, നോമ്പിനെ ബാധിക്കുമല്ലോ. നമ്മൾ നമ്മുടെ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. മോശമായത് ആരെക്കുറിച്ചെങ്കിലും ആരെങ്കിലും ഒന്ന് പറയുമ്പോ നോമ്പ് അവർക്ക് കൊടുക്കണ്ട, ഞാൻ എന്തായാലും അത് കേൾക്കാൻ തയ്യാറല്ല, എന്റെ അടുത്തുന്നത് പറയല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന്. ട്രെയിനിങ് പീരീഡാണ്. ഇനിയുള്ള സന്ദർഭങ്ങളിലും നമ്മുടെ കാതിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ, സഹോദരങ്ങളെ നമ്മെ മൊത്തം നിയന്ത്രിക്കാൻ, ഇതാണ് തഖ്വ. ഇതാണ് തഖ്വ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് തഖ്വയെ കുറിച്ച് വിശദീകരിക്കാൻ പറയപ്പെട്ടപ്പോ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് കുപ്പിച്ചില്ലുകളും ഒരുപാട് മുള്ളുകളും ഒക്കെ ഉള്ള ഒരു ഇടവഴിയിലൂടെ നീ നടന്നു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നടന്നു പോവുക? മുള്ളുകൾ നമ്മുടെ ശരീരത്തിലേക്ക് തറയ്ക്കാതെ, കുപ്പിച്ചില്ലുകളിൽ ചവിട്ടാതെ, വളരെ പതുക്കെ അതിസൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഓരോ കാലടികളും എടുത്തു വെക്കുമെങ്കിൽ അതേ രൂപത്തിൽ ഇവിടെ ജീവിക്കലാണ് തഖ്വ. ഹറാമുകൾ ഉണ്ടാകും, തിന്മകൾ ഉണ്ടാകും, തിന്മകളിലേക്കുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും, പൈശാചികമായ ദുർബോധനങ്ങൾ ഉണ്ടാകും. പക്ഷെ അവിടെയൊക്കെ
നമ്മുടെ ശരീരത്തെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ നാവിനെ മുഴുവനെയും നിയന്ത്രിച്ചുകൊണ്ട് അത്തരം ഹറാമുകളിൽ, തിന്മകളിൽ വന്നുപെടാതെ, അതൊന്നും നമ്മിലേൽക്കാതെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് തഖ്വ. ഇങ്ങനെ ജീവിക്കാനാണ് റമദാൻ നമ്മെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. റമദാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതിനാണ്. സഹോദരങ്ങളെ, ഇനിയുള്ള ജീവിതം അതേ രൂപത്തിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ റമദാൻ സാർത്ഥകമായിട്ടുള്ളത്, അത് ഫലപ്രദമായ റമദാനായിട്ടുള്ളത്. അതല്ല ഈ റമദാനിന് ശേഷം നേരെ അതേ പടിയിലേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത് എങ്കിൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ റമദാൻ പ്രത്യേകിച്ച് നമ്മുടെ പരലോകത്തേക്ക് പ്രയോജനം ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ അടുത്തത് സ്വീകാര്യമായിട്ടില്ല എന്നതിന്റെ അടയാളമാണ് നമ്മുടെ ആ തിരിച്ചുപോക്ക് എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാൻ നമ്മൾ ഓരോരുത്തരും ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കിയിട്ടുണ്ട്. ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. സദഖകളായിട്ട് ഒരുപാട് നന്മകൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണം ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ വീട്ടിൽ നിന്നാണോ, കടയിൽ നിന്നാണോ, നമ്മുടെ ജോലി സ്ഥലത്ത് നിന്നാണോ, പള്ളിയിൽ നിന്നാണോ, എവിടെ നിന്നായാലും പെട്ടെന്ന് നമ്മൾ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മിലുണ്ടായിരുന്നു. അതൊരു ശീലമായിരുന്നു റമദാനിൽ. ഖിയാമുൽ ലൈൽ നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചിട്ടുണ്ട് റമദാനിൽ. 11 റക്അത്ത് നമ്മളൊക്കെ നമസ്കരിച്ചിട്ടുണ്ട് ദൈർഘ്യമേറിയ ഖുർആൻ പാരായണത്തിലൂടെ. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം നേരത്തെ ഉള്ളതുപോലെയല്ല, സജീവത കാണിച്ചിട്ടുണ്ട്. സുബഹിക്കൊക്കെ പള്ളിയിലെത്താത്ത ആളുകൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. അത്തായം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോ ആ എഴുന്നേറ്റത് പിന്നെ കിടന്നുറങ്ങാതെ നേരെ പള്ളിയിൽ വന്നു ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. സുബഹിക്ക് മാത്രമല്ല, പലതരത്തിലുള്ള പല ജമാഅത്തുകൾക്കും കഴിവിന്റെ പരമാവധി പള്ളികളിൽ വന്ന്, നമ്മുടെ നാട്ടിലെ പള്ളിയിലില്ല എങ്കിൽ ഏത് പള്ളിയിലാണോ എത്തുന്നത് അവിടെ ചെന്നുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന ഒരു പ്രത്യേക ഒരു നിർബന്ധ ബുദ്ധി നമുക്കുള്ളതുപോലെ റമദാനിൽ നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇനി എന്താണ് റമദാനിന് ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയാണ്? സുബഹിക്ക് കിടന്നുറങ്ങാനാണോ പരിപാടി? ഇനി ജമാഅത്തിനൊന്നും വലിയ താല്പര്യം കാണിക്കാതിരിക്കാനാണോ നമ്മുടെ ഉദ്ദേശം? വീടിന്റെ പള്ളിയുടെ തൊട്ടടുത്തുണ്ടായിട്ടും, വാഹന സൗകര്യം അള്ള തന്നിട്ടും, ആരോഗ്യം എന്ന വലിയ അനുഗ്രഹം അള്ള തന്നിട്ടും, ഈ അനുഗ്രഹത്തിനൊന്നും നന്ദി കാണിക്കാതെ ഈ റമദാനി നമ്മളൊക്കെ അനുഭവിച്ചു, നമ്മളൊക്കെ തെളിയിച്ചതാണ്. എനിക്ക് പറ്റും, സുബഹിക്ക് വരാൻ പറ്റും, ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റും, എന്റെ ഒഴിവ് സമയങ്ങളിൽ തോന്നിവാസങ്ങളിൽ ഏർപ്പെടാതെ, അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാതെ അള്ളാഹുവിന്റെ കലാമ പാരായണം ചെയ്യാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, ഒരക്ഷരത്തിന് 10 പ്രതിഫലമുള്ള വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാൻ എനിക്ക് സാധിക്കും. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും തെളിയിച്ചതാണ്. നമ്മളെല്ലാവരും തെളിയിച്ചവരാണ്. ഇതൊക്കെ സ്വതക്ക കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഞാൻ അധ്വാനിച്ച പണം, ഞാൻ അധ്വാനിച്ച സമ്പത്ത്, അത് പാപങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റും. ഇങ്ങനെ ഓരോന്നും റമദാനിലൂടെ നമ്മൾ തെളിയിക്കുകയായിരുന്നു. എനിക്ക് പറ്റും എന്നുള്ളത്. പക്ഷേ എന്താണ് നമ്മുടെ ഉദ്ദേശം? റമദാനിന് ശേഷം ഖിയാമുൽ ലൈൽ അവസാനിക്കുന്നില്ല. റമദാനിന് ശേഷം ഇത് വിത്ർ നമസ്കാരമായി, രാത്രി നമസ്കാരമായി, തഹജ്ജുദ് നമസ്കാരമായി ഇനിയും നമുക്കുണ്ട്. റമദാനിൽ അത് പ്രത്യേകം സുന്നത്താണ്, ജമാഅത്തായിട്ടുള്ള നമസ്കാരം സുന്നത്താണ് എന്നേ ഉള്ളൂ. അതല്ലാത്ത സന്ദർഭത്തിലും നമുക്കുണ്ട്. കഴിവിന്റെ പരമാവധി അത് നമ്മളെ നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം അതിതോടെ അവസാനിപ്പിക്കരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടെ അത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വതക്കകൾ അത് അവസാനിപ്പിക്കാറായിട്ടില്ല. ഇനിയും ഉണ്ടാകും. നമ്മുടെ ചുറ്റുഭാഗത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ, വീട് പണി പൂർത്തിയാവാത്തവർ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ചികിത്സിക്കാൻ മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകും. കണ്ണു തുറന്ന് അവരെ കാണണം. അവർക്ക് ഇനിയും കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. കാരണം ഇത് റമദാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വയുടെ ഭാഗമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സലഫുകളായ ആളുകൾ ചില ആളുകളുണ്ട്, റമദാനാകുമ്പോ ഭയങ്കര ഇബാദത്തായിരിക്കും അവർ, പള്ളിയിൽ വല്ലാത്ത സജീവതയായിരിക്കും അവർ. പക്ഷെ അത് മോശമല്ല, അത് നല്ലതാണ്. പക്ഷേ ശവ്വാൽ അമ്പിളി കാണുന്നതോടുകൂടെ, പെരുന്നാളിന്റെ മാസപ്പിറവി കാണുന്നതോടുകൂടെ
പഴയ സ്വഭാവത്തിലേക്ക്, പഴയ തിന്മകളിലേക്ക്, ഇബാദത്തുകളിൽ നിന്ന് മടി കാണിച്ച്, അലസത കാണിച്ച് അതിൽ നിന്നൊക്കെ വഴിമാറിപ്പോകുന്ന ചില ആളുകൾ ഉണ്ടാകും. അവരെ പറ്റി നമ്മുടെ സലഫുകളായ പൂർവികരായ ഉലമാക്കൾ പറഞ്ഞത് അവർ വളരെ മോശം ജനതയാണ്. കാരണം അവർ റമദാനിൽ മാത്രമേ പടച്ചവൻ മനസ്സിലാക്കുന്നുള്ളൂ. റമദാനിൽ മാത്രം നമ്മൾ നോക്കുന്ന ഒരു അല്ലാഹ്, റമദാനിൽ മാത്രം നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു അല്ലാഹ് അല്ല. ഈ അല്ലാഹ് തന്നെയാണ് ശവ്വാലിലും ഉള്ളത്. ഈ പടച്ചവന്റെ നോട്ടവും പടച്ചവന്റെ എഴുത്തും പടച്ചവന്റെ രേഖയും പടച്ചവൻ കിതാബിൽ രേഖപ്പെടുത്തുന്നതൊക്കെ ഇതിന് ശേഷമുണ്ട്, റമദാനിൽ മാത്രമല്ല. ഈ ഒരു തിരിച്ചറിവോടുകൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നതുവരെ നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം, അതിൽ നിന്ന് മാറരുത്. കാരണം നമുക്ക് മനുഷ്യരാണ്, മടിയൊക്കെ ഉണ്ടാകും. പക്ഷെ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്തത് ഇനി അവസാനിക്കാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നമുക്ക് അമലുകൾക്കുള്ള ഒരു അവധി എപ്പോഴാണെന്നറിയോ? അത് റമദാൻ തരുന്നില്ല. മരണമാണ്. മരിക്കുന്നത് വരെ അമലുകൾ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത് എന്നതാണ് അല്ലാഹുവും പ്രവാചകനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ അവസാന നിമിഷത്തിൽ ഈ തഖ്വ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അത് കളഞ്ഞു പോകാതെ ജീവിതാവസാനം വരെ, മരിക്കുന്നത് വരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. കാരണം അടുത്ത റമദാനിൽ നമ്മൾ ആരൊക്കെയാണ് ഉണ്ടാകുക എന്ന് നമുക്കറിയില്ല, ആരൊക്കെയാണ് നമ്മിൽ നിന്ന് യാത്ര പറയുക എന്ന് നമുക്കറിയില്ല. നാളെ നമുക്ക് എന്ത് സമ്പാദിക്കും, എന്ത് സംഭവിക്കുമെന്നോ, എവിടെ വെച്ച് നാളെ മരണപ്പെടുമെന്നോ ഒരാൾക്കും അറിയാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്ത് തന്നിട്ടുണ്ടാകും, അല്ലാഹു മാപ്പ് തന്നിട്ടുണ്ടാകും. എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാനത്തെ ഭാഗങ്ങളിൽ സുജൂദുകളിൽ നമ്മൾ ആ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈർഘ്യമേറിയ സുജൂദുകളിലൂടെ നമ്മൾ പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പടച്ചവനെ എനിക്ക് മാപ്പ് തരണേ എന്നുള്ളതാണ്, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി തൗബത്തുൻ നസൂഹ, ആത്മാർത്ഥമായ തൗബയാണെങ്കിൽ അല്ലാഹു നമുക്ക് പുറത്തു തന്നിട്ടുണ്ടാകും. പക്ഷേ ഇനിയും ആ തിന്മയിലേക്ക് പോയാൽ, ഇനിയും ആ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ആ ദുസ്വഭാവങ്ങൾ, റമദാനിലില്ലാത്ത ദുസ്വഭാവങ്ങൾ, അത് നിർത്തിവെച്ചിട്ടാണ് നമ്മൾ തൗബ ചെയ്തിട്ടുള്ളത്. ആ നിർത്തിവെച്ച തിന്മകളിലേക്ക് ഇനിയും നമ്മൾ പോയാൽ സഹോദരങ്ങളെ, ആ പാപങ്ങൾ നമുക്കല്ല പുറത്തു തരാതെയാണ് നമ്മുടെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് എങ്കിൽ അപകടകരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ഈ റമദാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിലൂടെ നേടിയെടുത്ത തഖ്വ ഏറ്റവും നല്ല രൂപത്തിൽ അത് കൊണ്ടുപോകാനും മരണം വരെ ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ അവസാനമാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സകാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. നമ്മുടെ പള്ളികളിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങൾ ഉണ്ടാകും. അതിൻ്റെ പണം നമ്മൾ ആ രൂപത്തിൽ കൊടുക്കുന്നുണ്ടാകും. എന്തിനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ തുഹ്റത്തൻ ലിസ്സായിം മിനൽ ലഗ്വി വറഫത്ത് വതുഅമത്തൻ ലിൽ മസാകീൻ. രണ്ട് ലക്ഷ്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാം നൽകുന്ന ആ സകാത്തുൽ ഫിത്റിൽ പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, തുഹ്റത്തൻ ലിസ്സായിം മിനൽ ലഗ്വി വറഫത്ത്,
നോമ്പുകാരന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ, നമ്മൾ അറിയാതെ വന്നു പോകുന്ന ചില തെറ്റുകൾ ഉണ്ടാകും. ആ തെറ്റുകൾക്കൊക്കെയുള്ള ഒരു ശുദ്ധീകരണമാണ് നാം നൽകുന്ന സകാത്തുൽ ഫിത്ർ. ഒരു അരിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നൽകുന്നതിലൂടെ നമ്മുടെ നോമ്പിൽ സംഭവിച്ചു പോയ ചെറിയ ചെറിയ അബദ്ധങ്ങൾ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകും, ശുദ്ധീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേതായിട്ട് മസാക്കീൻ, അത് പാവപ്പെട്ടവർക്കുള്ള ഒരു ഭക്ഷണവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആ ഒരു ലക്ഷ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. രണ്ടാമതായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നാം നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്ദാഹ ഖബ്ല സ്വലാത്ത് ഫഹിയ സകാത്തുൽ മഖ്ബൂല. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ അത് കൊടുക്കേണ്ടത്. അതിനുശേഷം ആരെങ്കിലും കൊടുത്താൽ അത് ഒരു സകാത്തുൽ ഫിത്റായിട്ട് പരിഗണിക്കില്ല. അത് കേവലം ഒരു സാധാരണ സദഖയായിട്ടാണ് ഇത് പരിഗണിക്കുക, സകാത്തുൽ ഫിത്റായിട്ട് അത് പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. സ്വഹാബത്തൊക്കെ അതിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ, പെരുന്നാളിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ആ സകാത്തുൽ ഫിത്ർ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാം. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകൾ, നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വിശ്വാസികൾക്കുണ്ട്. കേവലം ഒരു ആഘോഷം മാത്രമല്ല, അതൊരു വലിയ ഇബാദത്ത് കൂടെയാണ്. ആ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തിന്മകളിലേക്ക് പോകുന്ന ആളുകളുണ്ട്, റമദാൻ അവസാനിച്ചു ഇനി പഴയ രൂപത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്, തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അശ്ലീലതകൾ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കണം. പിശാച് എല്ലാ തരത്തിലുള്ള വലയും വിരിച്ചിരിക്കും. അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നമ്മോട് പറയും. ആ പ്ലാനുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഈമാൻ കളഞ്ഞു കുടിക്കാതെ, നമ്മൾ നേടിയെടുത്ത ഈ ചൈതന്യം നഷ്ടപ്പെടുത്താതെ, പെരുന്നാൾ ഈ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇബാദത്താണ് എന്നൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഒരു ജനാബത്ത് കുളിക്കുന്ന, വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്ന രൂപത്തിൽ കുളിച്ചിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത്. എന്തെങ്കിലും ഒരു കുളി കുളിച്ചിട്ട് പോകുന്ന രൂപത്തിലല്ല, ഏറ്റവും നല്ല രൂപത്തിൽ കുളിച്ചിട്ട് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു. പുതിയ വസ്ത്രമുള്ളവർ ആ പുതിയ വസ്ത്രം ധരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പുതിയ വസ്ത്രം ഏതാണോ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് ചെല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതായിട്ട് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. പുരുഷന്മാർ സുഗന്ധം പൂശി പള്ളിയിലേക്ക് പോകുക. അതുപോലെ തന്നെ ഈദുൽ ഫിത്റിൽ, ഈദുൽ അദ്ഹയിൽ നമുക്കറിയാം ഭക്ഷണം കഴിക്കാതെയാണ് പോകേണ്ടത്. എന്നാൽ ഈദുൽ ഫിത്റിൽ അല്പം ഭക്ഷണം കഴിച്ചിട്ട് മുസല്ലയിലേക്ക് പോകലാണ്, ഈദ്ഗാഹിലേക്ക് പോകലാണ് സുന്നത്ത്. ഈദ്ഗാഹാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിൽ വെച്ച്, മുസല്ലയിൽ വെച്ചാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. ഏതെങ്കിലും നമസ്കാരം മസ്ജിദുൻ നബവിയിൽ വെച്ച് നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം മഴ കാരണമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിലും ഹദീസിലും നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് ആ വിഷയവും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈദുൽ ഫിത്റിന്റെ നമസ്കാര മാസം കണ്ടത് മുതൽ ഈദ്ഗാഹിൽ എത്തുന്ന ആ നമസ്കാരം തുടങ്ങുന്നത് വരെ നല്ല ശബ്ദത്തിൽ തന്നെ തക്ബീറുകൾ ചൊല്ലാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അതൊക്കെ പ്രത്യേകിച്ചും സുന്നത്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. സഹാബത്തൊക്കെ അങ്ങാടികളിലൂടെ പോകുമ്പോഴും ഈദ്ഗാഹിലേക്ക് പോകുമ്പോഴും ഒക്കെ വളരെ ശബ്ദത്തിൽ കൂട്ടമായി തക്ബീറുകൾ ചൊല്ലി നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നുള്ള ആ ഒരു അഭിവാദ്യം, ആ ഒരു പ്രാർത്ഥന, അതാണ് നമ്മുടെ സലഫുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് പരസ്പരം കൈമാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന സുന്നത്തുകളാണ് എന്ന് മനസ്സിലാക്കുക. മുസല്ലയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും കഴിവിന്റെ പരമാവധി 2 വഴിയിലൂടെ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 2 വഴിയിലൂടെ പോവുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിന്റെ അന്ന് നമ്മുടെ കുടുംബങ്ങൾ
കുടുംബ ബന്ധം പുലർത്താനുള്ള അവസരങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി നന്മയിലൂന്നിയ ഒരു ഈദാഘോഷം. അതാണ് ഈദാഘോഷം. അത് ആഘോഷമാണ്, സന്തോഷമാണ്, അതിലപ്പുറം അതൊരു ഇബാദത്താണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ഇത്തരം കർമ്മങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനും ഏതെങ്കിലും തിന്മകൾക്ക് വേണ്ടിയിട്ടുള്ള കോപ്പുകൾ പിശാചി നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്നിട്ടുണ്ടെങ്കിൽ അതല്ല, അത് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ റമദാൻ നമുക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവന്റെ വേലകളാണ്, അവന്റെ കുതന്ത്രങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തഖ്വയോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു